ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാം എന്നുള്ള പോഡ്കാസ്റ്റിൻ്റെ 8ാമത്തെ പാർട്ടാണിത്. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ മനോഭാവത്തെ ഇല്ലാതാക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന് സാമ്പത്തികമായ ഉന്നതിക്കും ജീവിതത്തിലെ എല്ലാ ഏരിയകളിലും ഉയർച്ചയ്ക്കായിട്ടുള്ള അത്യന്ത പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പരാജയങ്ങളെ പറ്റിയാണ്. പുതിയൊരു സാധ്യതയിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ പരാജയങ്ങൾ രുചിക്കേണ്ടി വന്നേക്കാം. പരാജയങ്ങളെപ്പറ്റി മിക്ക ആളുകൾക്കും സംസാരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം എന്തെങ്കിലും ഒരു കാര്യം നേടുന്നതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം, നിങ്ങളതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, നിരാശ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരാളായിരിക്കാം നിങ്ങൾ. പക്ഷേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഒരു നിമിഷം പൗസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കുക. പരാജയത്തിൻ്റെ അർത്ഥം എന്താണ്? പരാജയത്തെ എല്ലാവരും നെഗറ്റീവായ കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പരാജയം. പരാജയം ഒരിക്കലും അവസാനമല്ല. പരാജയങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ സഹായികളാണ്. ടോണി റോബിൻസ് ഇങ്ങനെ പറയാറുണ്ട്, ഒരിക്കലും പരാജയപ്പെടാത്തവരല്ല, പകരം പരാജയത്തിന് ശേഷം പരിശ്രമിക്കുകയും വിജയം കാണുന്നവരെയാണ് വിജയികളെന്ന് പറയുക. വിജയത്തിന്റെ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പരാജയം. നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് പഠിക്കുന്നു. ഈ പരാജയങ്ങൾ തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതലായി അടുപ്പിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പരാജയപ്പെടുന്നു അത്രത്തോളം നിങ്ങൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എല്ലാ പരാജയങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു ടീച്ചിങ് ഉണ്ട്, ഒരു ലെസൺ ഉണ്ട്. നിങ്ങൾ എപ്പോഴാണ് പരാജയപ്പെടുന്നത് അപ്പോൾ ആ മെത്തേഡ് വർക്കൗട്ട് ആവുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ ചേഞ്ച് കൊണ്ടുവരുന്നു. നിങ്ങൾ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടു, പക്ഷേ ഒന്നും ശരിയായില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ എന്താണ് ശരിയാവാത്തത് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും നിങ്ങളുടെ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യുകയും കൂടുതൽ ശ്രദ്ധയോടെ അത് ചെയ്ത് ആ കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ലൈവ് എക്സാമ്പിൾ പറയാം. സ്റ്റീവ് ജോബിനെ അറിയാത്തവരായി ആരുമില്ല. ആപ്പിൾ കമ്പനിയുടെ CEO. ഒരു കാലത്ത് സ്റ്റീവ് ജോബിനെ അദ്ദേഹത്തിൻ്റെ തന്നെ കമ്പനിയായ ആപ്പിളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ആ കമ്പനിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു തൊഴിലാളിയായിരുന്നു. മിക്ക ആളുകളും ഈ ഒരു സാഹചര്യത്തിൽ തോൽവി സമ്മതിക്കും. എല്ലാവരും വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാവി അവസാനിച്ചു. പക്ഷേ സ്റ്റീവ് ജോബ് തൻ്റെ തെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കി കൂടുതൽ നല്ല രീതിയിൽ ആ അറിവുകളെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പുതിയൊരു കമ്പനി നെക്സ്റ്റിൽ ജോയിൻ ചെയ്യുകയും ആ കമ്പനിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ആപ്പിളിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ സമയത്ത് ലഭിച്ച അറിവുകൾ ഉപയോഗിച്ച് ആപ്പിൾ കമ്പനി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. തോൽവികൾ എന്നാൽ മരണം പോലെ അവസാനമല്ല. ഇത് നിങ്ങളെ തന്നെ പുനർനിർമ്മിക്കാനുള്ള അവസരമാണ്. പരാജയങ്ങൾ ഒരു തരത്തിൽ വികാസത്തിലേക്കുള്ള ചുവടുകളാണ്. നിങ്ങൾ എപ്പോഴാണോ പരാജയപ്പെടുന്നത് അപ്പോൾ സ്വയത്തെ കൂടുതൽ വികസിപ്പിക്കുന്നു. എന്നിട്ട് പുതിയൊരു ദൃഷ്ടികോണിൽ ആ ഒരു കാര്യത്തെ നേടിയെടുക്കുന്നതിനായിട്ട് പരിശ്രമിക്കുന്നു. ഫ്രണ്ട്സ്, കൂടുതൽ സമ്പത്ത് ആകർഷിക്കുന്ന എങ്ങനെയെന്നുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ 7ാമത്തെ പാട്ടാണിത്. അടുത്ത പാട്ട് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.